മരണം മാനവചരിത്രത്തിലെ ഏറ്റവും വലിയ നിഗൂഢത. ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ നാം മറന്നുപോകുന്ന, എന്നാൽ ഓരോ നിമിഷവും നമ്മെ പിന്തുടരുന്ന ഏക സത്യം. നാം എവിടെ നിന്ന് വന്നു എന്നതിന് ശാസ്ത്രത്തിനും വിശ്വാസത്തിനും ഉത്തരങ്ങളുണ്ട്. എന്നാൽ ഈ ഭൗതിക ശരീരം ഉപേക്ഷിച്ച് നാം എവിടേക്കാണ് പോകുന്നത്? ആ യാത്രയുടെ തുടക്കത്തിൽ നമ്മുടെ ശരീരത്തോട് നാം കാണിക്കുന്ന ആദരവ് എത്രത്തോളം പ്രധാനമാണ്? വിശുദ്ധ ബൈബിളിന്റെ താളുകളിൽ മരണമെന്നതൊരവസാനമല്ല, മറിച്ച് ഒരു പരിവർത്തനമാണ്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ അതൊരു കൂടാരമഴിച്ചു മാറ്റലാണ്. നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് മടങ്ങുമെന്ന് ദൈവം മനുഷ്യനോട് പറഞ്ഞപ്പോൾ അത് വെറുമൊരു ശാപവാക്കായിരുന്നില്ല, മറിച്ച് മനുഷ്യ ശരീരത്തിന്റെ ഉറവിടത്തെക്കുറിച്ചും അതിന്റെ സ്വാഭാവിക അന്ത്യത്തെക്കുറിച്ചുമുള്ള ദൈവിക വെളിപ്പെടുത്തലായിരുന്നു. ക്രൈസ്തവ വിശ്വാസത്തിൽ ശരീരം കേവലം ഒരു കൂട് മാത്രമല്ല, അത് പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. നൂറ്റാണ്ടുകളായി ക്രൈസ്തവ ലോകം ഒരു വലിയ ചോദ്യത്തെ അഭിമുഖീകരിക്കുന്നു. ഒരു വിശ്വാസി മരിക്കുമ്പോൾ ആ ശരീരത്തെ എങ്ങനെ യാത്രയാക്കണം? മണ്ണിലടക്കം ചെയ്യണമോ അതോ അഗ്നിക്കിരയാക്കണമോ? പഴയ നിയമത്തിലെ പിതാക്കന്മാർ മുതൽ പുതിയ നിയമത്തിലെ വിശുദ്ധന്മാർ വരെ പിന്തുടർന്ന ആ ശവസംസ്കാര രീതികൾക്ക് പിന്നിൽ വലിയൊരു ആത്മീക മർമ്മമുണ്ട്. വിത്തുപാകുന്നതുപോലെ ശരീരത്തെ മണ്ണിൽ നിക്ഷേപിക്കുന്നത് പുനരുദ്ധാനത്തിനുള്ള പ്രത്യാശയുടെ അടയാളമായാണ് സഭ വിശ്വസിച്ചു പോരുന്നത്. എന്നാൽ ആധുനിക ലോകം മാറിയിരിക്കുന്നു. സ്ഥലപരിമിതി, സാമ്പത്തിക ലാഭം, നഗരവൽക്കരണം ഇവയൊക്കെ ദഹിപ്പിക്കൽ അഥവാ ക്രിമേഷനെ ഒരു എളുപ്പ വഴിയായി നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. ഇവിടെയാണ് വിശ്വാസിയും ദൈവവചനവും തമ്മിലുള്ള പോരാട്ടം ആരംഭിക്കുന്നത്. അഗ്നി എന്നത് ബൈബിളിൽ പലപ്പോഴും ന്യായവിധിയുടെയും ശിക്ഷയുടെയും അടയാളമാണ്. അങ്ങനെയെങ്കിൽ ഒരു വിശ്വാസിയുടെ ശരീരം അഗ്നിക്കിരയാക്കുന്നത് ഉചിതമാണോ? അത് ആ വ്യക്തിയുടെ പുനരുദ്ധാനത്തെ തടയുമോ? തുടർന്നുള്ള പഠനത്തിൽ നാം ബൈബിളിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. ചരിത്രരേഖകൾ പരിശോധിച്ചും വേദശാസ്ത്ര പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ തേടിയും വചനത്തിന്റെ വെളിച്ചത്തിൽ നാം ആ സത്യം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഇത് കേവലം മൃതദേഹം എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചയല്ല, മറിച്ച് ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യ ശരീരത്തെ നാം എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിനെക്കുറിച്ചുള്ള വലിയൊരു സത്യത്തിന്റെ വെളിപ്പെടുത്തലാണ്. നമുക്ക് യാത്ര ആരംഭിക്കാം. ആദാം മുതൽ ക്രിസ്തു വരെയും ക്രിസ്തു മുതൽ ഇന്നത്തെ ഈ ആധുനിക യുഗം വരെയും നീളുന്ന ആത്മീക സത്യങ്ങൾ തേടി. മണ്ണിലേക്ക് മടങ്ങുമ്പോൾ ശവസംസ്കാരമോ ദഹിപ്പിക്കലോ, ഒരു ബൈബിൾ പഠനം. നമ്മുടെ അന്വേഷണം ആരംഭിക്കുന്നത് പുരാതന മധ്യപൂർവ്വദേശത്തെ മണക്കാടുകളിൽ നിന്നാണ്. അവിടെയാണ് വിശ്വാസികളുടെ പിതാവായ അബ്രഹാം തന്റെ പ്രിയതമയായ സാറയെ അടക്കം ചെയ്യാൻ ഒരു സ്ഥലം തേടിയത്. ബൈബിളിലെ ആദ്യത്തെ ഔദ്യോഗികമായ ശവസംസ്കാരത്തെക്കുറിച്ച് നാം വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 23-ാം അധ്യായത്തിലാണ്. അവിടെ അബ്രഹാം സോഹരിന്റെ മകനായ എഫ്രാനോട് മക്പേല ഗുഹ വിലയ്ക്ക് ചോദിക്കുന്നു. വെറുമൊരു സ്ഥലം എന്നതിലുപരി അതൊരവകാശമായി വാങ്ങുകയായിരുന്നു. തന്റെ കുടുംബത്തെ മണ്ണിലടക്കം ചെയ്യണമെന്ന അബ്രഹാമിന്റെ നിർബന്ധം ശരീരം ദൈവത്തിൻ്റെതാണെന്ന ബോധ്യത്തിൽ നിന്നുളവായതാണ്. അതുകൊണ്ടാണ് പഴയ നിയമ വിശുദ്ധന്മാർ ഗുഹകളിലും മണ്ണിലും ശവസംസ്കാരം നടത്തിയത്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ ശരീരം മമ്മികളായി സൂക്ഷിക്കുമ്പോഴും മറ്റ് കനാന്യവർഗങ്ങൾ പലപ്പോഴും വിചിത്രമായ രീതികൾ പിന്തുടരുമ്പോഴും ദൈവജനം മാത്രം മണ്ണിലേക്ക് മടങ്ങുന്നതിനെ ആദരവോടെ കണ്ടു. യാക്കോബ് ഈജിപ്തിൽ വെച്ച് മരിക്കുമ്പോൾ തന്റെ പിതാക്കന്മാരുടെ കല്ലറയിൽ തന്നെ അടക്കം ചെയ്യണമെന്ന് സത്യം ചെയ്യിപ്പിക്കുന്നുണ്ട്. യോസഫിന്റെ കാര്യവും മറിച്ചല്ല. 100 കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ഇസ്രായേൽ മക്കൾ ഈജിപ്റ്റ് വിടുമ്പോൾ യോസഫിന്റെ അസ്ഥികൾ അവർ കൂടെ കരുതി. ഇത് വെറുമൊരു വൈകാരിക ബന്ധമല്ല, മറിച്ച് വാഗ്ദത്ത ഭൂമിയിലെ പുനരുദ്ധാനത്തിലുള്ള വലിയൊരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനമായിരുന്നു. പഴയ നിയമത്തിൽ ദഹിപ്പിക്കൽ അഥവാ തീയിലിട്ട് ചുട്ടുകളയുന്നത് എപ്പോഴെങ്കിലും പരാമർശിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നാം നോക്കേണ്ടതുണ്ട്. ബൈബിൾ ചരിത്രത്തിൽ അഗ്നി എന്നത് പലപ്പോഴും ശിക്ഷയുടെ അടയാളമാണ്. ആഖാൻ പാപം ചെയ്തപ്പോൾ അവനെ കല്ലെറിഞ്ഞ ശേഷം തീയിട്ട് ചുട്ടുകളഞ്ഞതായി നാം കാണുന്നു. മോശയുടെ ന്യായപ്രമാണത്തിൽ ചില ഗുരുതരമായ പാപങ്ങൾ ചെയ്യുന്നവർക്കുള്ള
ശിക്ഷയായി ദഹിപ്പിക്കൽ പറയപ്പെടുന്നുണ്ട്. ചുരുക്കത്തിൽ പഴയ നിയമ ചിന്താഗതിയിൽ ദഹിപ്പിക്കൽ എന്നത് ആദരവോടെയുള്ള ഒരു യാത്രയയപ്പല്ല, മറിച്ച് ശാപത്തിന്റെയും ന്യായവിധിയുടെയും പ്രതീകമായിരുന്നു. മണ്ണിലടക്കം ചെയ്യുന്നത് ദൈവത്തിന്റെ സ്വാഭാവിക നിയമത്തോടുള്ള വിശ്വസ്തതയായാണ് അവർ കാണുന്നത്. ഈ കാലഘട്ടത്തിലെ ശവസംസ്കാര രീതികളെ സൂക്ഷ്മമായി നാം പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും: ഇസ്രായേല്യർ ഒരിക്കലും മൃതദേഹത്തെ നശിപ്പിക്കാൻ ആഗ്രഹിച്ചില്ല. പകരം അതിനെ പ്രത്യാശയോടെ ഉറങ്ങാൻ വിടുകയായിരുന്നു. പിതാക്കന്മാരോട് ചേർന്നു എന്ന പ്രയോഗം പഴയ നിയമത്തിൽ ആവർത്തിച്ചു വരുന്നത് ശ്രദ്ധേയമാണ്. മരണം ഒരു അവസാനമല്ല, മറിച്ച് തന്റെ പൂർവികന്മാരോടൊപ്പം ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്രമിക്കാനുള്ള ഒരു കാത്തിരിപ്പാണ്. അസ്ഥികൾക്ക് പോലും അവർ വലിയ പ്രാധാന്യം നൽകി. ശൗൽ രാജാവിന്റെയും പുത്രന്മാരുടെയും മൃതദേഹങ്ങൾ ശത്രുക്കൾ ദഹിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഗിലെയാദിലെ യാബേശുകാർ അത് വീണ്ടെടുത്ത് ആദരവോടെ അടക്കം ചെയ്തത് ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. പഴയ നിയമം നമുക്ക് നൽകുന്ന സന്ദേശം ലളിതമാണ്. ശരീരം മണ്ണിനുള്ളതാണ്, അത് മണ്ണിലേക്ക് തന്നെ തിരികെ നൽകണം. അത് വിതയ്ക്കപ്പെടുന്ന ഒരു വിത്ത് പോലെയാണ്. ഈ പ്രക്രിയയിലൂടെ ദൈവം നൽകിയ ഭൗതിക രൂപത്തെ ആദരിക്കുകയാണ് ഒരു വിശ്വാസി ചെയ്യുന്നത്. ശവസംസ്കാരം എന്നത് ദൈവവുമായുള്ള ഉടമ്പടിയുടെ ഭാഗമായിരുന്നു. വരാനിരിക്കുന്ന ഒരു വലിയ പുനരുദ്ധാനത്തിന്റെ നിഴലുകൾ ഈ പഴയ നിയമ ശവക്കല്ലറകളിൽ നമുക്ക് കാണാൻ കഴിയും. വചനത്തിന്റെ ഈ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ക്രൈസ്തവ സഭ തന്റെ ശവസംസ്കാര തത്വങ്ങൾ രൂപപ്പെടുത്തിയത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ തത്വങ്ങൾക്ക് പൂർണ്ണത നൽകിയ ക്രിസ്തുവിന്റെ ആ വലിയ അടയാളമാണ്. നമ്മുടെ അന്വേഷണം ഇപ്പോൾ ചരിത്രത്തിന്റെ കേന്ദ്ര ബിന്ദുവിലേക്ക് നീങ്ങുകയാണ്. കാൽവറിയിലെ ക്രൂശീകരണത്തിന് ശേഷം നടന്ന ആ ശവസംസ്കാരം, അതാണ് ക്രൈസ്തവ പ്രത്യാശയുടെ ആധാരശില. യേശുക്രിസ്തുവിന്റെ ശരീരം എങ്ങനെ കൈകാര്യം ചെയ്യപ്പെട്ടു എന്നത് കേവലം ഒരു ചരിത്ര സംഭവമല്ല, മറിച്ച് എല്ലാ വിശ്വാസികൾക്കുമുള്ള ഒരു മാതൃകയാണ്. അരിമത്യക്കാരൻ യോസഫും നിക്കോദേമസും ചേർന്ന് കർത്താവിന്റെ ശരീരം ശുദ്ധമായ തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയ പുതിയ കല്ലറയിൽ അടക്കം ചെയ്തു. എന്തുകൊണ്ട് ക്രിസ്തുവിന്റെ ശരീരം ദഹിപ്പിക്കപ്പെട്ടില്ല? എന്തുകൊണ്ടത് മണ്ണിൽ ലയിക്കാൻ വിട്ടുകൊടുക്കാതെ ഒരു കല്ലറയിൽ സൂക്ഷിക്കപ്പെട്ടു? ക്രിസ്തുവിന്റെ ശവസംസ്കാരം പഴയ നിയമ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിരുന്നു. അവൻ ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി പ്രാപിച്ചു, ധനവാന്മാരോടുകൂടെ അവന് കല്ലറയുണ്ടായി. ഇത് യെശയ്യാവ് പ്രവചിച്ചിരുന്നു. ക്രിസ്തു ശവസംസ്കാരം സ്വീകരിച്ചതിലൂടെ മനുഷ്യന്റെ കല്ലറകളെ അവൻ വിശുദ്ധീകരിച്ചു. മരണത്തിന്മേലുള്ള വിജയത്തിന്റെ മുന്നോടിയായി അവൻ കല്ലറയിൽ വിശ്രമിച്ചു. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം കല്ലറ എന്നത് ഇരുളടഞ്ഞ ഒരു ഗർത്തമല്ല, മറിച്ച് ക്രിസ്തു കടന്നുപോയതും വിജയിച്ച് പുറത്തു വന്നതുമായ ഒരു വിശ്രമസ്ഥലമാണ്. കല്ലറയിലെ ആ 3 ദിനങ്ങൾ പ്രത്യാശയുടെ വിത്തുകൾ പാകുകയായിരുന്നു. പുനരുദ്ധാനം, ഇതാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആത്മാവ്. യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ അവൻ തന്റെ പഴയ ശരീരം ഉപേക്ഷിച്ചു പോകുകയല്ല ചെയ്തത്, മറിച്ച് ആ ഭൗതിക ശരീരം തേജസ്സുള്ള ശരീരമായി മാറുകയായിരുന്നു. കല്ലറ ശൂന്യമായിരുന്നു. ഇത് വിരൽ ചൂണ്ടുന്നത് ഒരു വലിയ സത്യത്തിലേക്കാണ്. ദൈവം നമ്മെ വീണ്ടെടുക്കുന്നത് ആത്മാവിൽ മാത്രമല്ല, ശരീരത്തിലും കൂടിയാണ്. ശവസംസ്കാരം എന്നത് ഈ പുനരുദ്ധാനത്തിലുള്ള പരസ്യമായ പ്രഖ്യാപനമാണ്. വിത്ത് നിലത്ത് വീണ് മണ്ണിനോട് ചേർന്നാലല്ലാതെ ഫലം പുറപ്പെടുവിക്കുകയില്ല എന്ന ക്രിസ്തുവിന്റെ വചനം ശവസംസ്കാരത്തിന്റെ പ്രാധാന്യം വെളിപ്പെടുത്തുന്നു. ആദ്യകാലത്തെ ക്രൈസ്തവർ കല്ലറകളെ വിളിച്ചിരുന്നത് സെമിത്തേരി എന്നാണ്. ഈ ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം ഉറങ്ങുന്ന സ്ഥലമെന്നാണ്. മരിച്ചവർ എന്നേക്കുമായി ഇല്ലാതെയാകുന്നില്ല, മറിച്ച് അവർ കർത്താവിൽ ഉറങ്ങുകയാണ് എന്ന് സഭ വിശ്വസിച്ചു. ക്രിസ്തുവിന്റെ കല്ലറ നൽകുന്ന പാഠം ഇതാണ്: ശരീരം വിനാശത്തിന് വിട്ടുകൊടുക്കേണ്ട ഒന്നല്ല, മറിച്ച് പുനരുദ്ധാനത്തിനായി കരുതി വെക്കേണ്ടതാണ്. ദഹിപ്പിക്കൽ എന്ന പ്രക്രിയ പെട്ടെന്ന് ശരീരത്തെ ഇല്ലാതെയാക്കുമ്പോൾ, ശവസംസ്കാരം എന്നത് പ്രകൃതിദത്തമായ രീതിയിൽ ശരീരത്തെ വിഘടിക്കാൻ അനുവദിക്കുന്നു. ദൈവം നിശ്ചയിച്ച ആ ക്രമത്തിൽ തന്നെ. യേശുവിന്റെ കല്ലറ ശൂന്യമായതുപോലെ ഒരു ദിവസം എല്ലാ കല്ലറകളും തുറക്കപ്പെടുമെന്ന പ്രത്യാശയിലാണ് ഓരോ വിശ്വാസിയും മണ്ണിൽ ശയിക്കുന്നത്. ക്രൈസ്തവ സംസ്കാരം ഒരു വിടവാങ്ങലല്ല, മറിച്ച് ഒരു പ്രഭാതത്തിനായി കാത്തിരിക്കുന്ന രാത്രിയാണ്. ക്രിസ്തുവിന്റെ മാതൃക പിന്തുടരുന്ന സഭ അതുകൊണ്ട് തന്നെ ശരീരത്തെ ആദരവോടെ കല്ലറയിൽ നിക്ഷേപിക്കുന്നു. പ്രത്യാശയില്ലാത്തവരെ പോലെ
നാം ദുഃഖിക്കുന്നില്ല. കാരണം കല്ലറയ്ക്കപ്പുറം ഒരു ജീവനുണ്ട് എന്ന് നമ്മുടെ കർത്താവായ യേശു തെളിയിച്ചു കഴിഞ്ഞു. ഈ പ്രത്യാശയാണ് ശവസംസ്കാരത്തെ ദഹിപ്പിക്കലിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത്. നമ്മുടെ ചർച്ചയുടെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് ഇപ്പോൾ നാം കടക്കുകയാണ്. ദഹിപ്പിക്കൽ അഥവാ ക്രിമേഷൻ. ചരിത്രപരമായി നോക്കിയാൽ പുരാതന ഗ്രീക്കുകാരും റോമക്കാരും മറ്റു വിജാതീയ സംസ്കാരങ്ങളുമാണ് മൃതദേഹങ്ങൾ അഗ്നിക്കിരയാക്കുന്ന രീതി വ്യാപകമായി പിന്തുടർന്നിരുന്നത്. പലപ്പോഴും ആത്മാവിനെ ശരീരത്തിന്റെ തടവറയിൽ നിന്ന് മോചിപ്പിക്കാനെന്നോ അല്ലെങ്കിൽ ഭൗതികമായി എല്ലാത്തിനെയും നശിപ്പിക്കാനെന്നോ ഉള്ള വിശ്വാസത്തിലായിരുന്നു ഇത്. എന്നാൽ ആദ്യകാല ക്രൈസ്തവർ ഈ രീതിയെ ശക്തമായി എതിർത്തു. റോമൻ സാമ്രാജ്യത്തിലെ പീഡനകാലത്ത് വിശ്വാസികളെ അഗ്നിക്കിരയാക്കിയപ്പോൾ പോലും അവശേഷിച്ച ചാരവും അസ്ഥികളും ശേഖരിച്ച് ആദരവോടെ അടക്കം ചെയ്യാനാണ് സഭ ശ്രമിച്ചത്. ബൈബിളിലെ അഗ്നിയുടെ പ്രതീകാത്മകത നാം പരിശോധിക്കേണ്ടതുണ്ട്. വചനത്തിൽ അഗ്നി മിക്കവാറും എല്ലായ്പ്പോഴും ന്യായവിധിയുടെയും വിശുദ്ധീകരണത്തിന്റെയും ശിക്ഷയുടെയും അടയാളമാണ്. സൊദോം ഗൊമോറ നഗരങ്ങളെ ദൈവം അഗ്നി കൊണ്ട് നശിപ്പിച്ചു. ന്യായപ്രമാണ ലംഘകർക്കുള്ള കടുത്ത ശിക്ഷയായി ദഹിപ്പിക്കൽ പറയപ്പെട്ടിരുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ മക്കളായി ജീവിച്ചവർക്ക് നൽകുന്ന അവസാന യാത്രയയപ്പ് ശിക്ഷയുടെ അടയാളമായ അഗ്നിയിലൂടെയാകുന്ന ഉചിതമാണോ എന്ന ചോദ്യം ഉയരുകയാണ്. അഗ്നിയെല്ലാം നശിപ്പിക്കുന്നു, എന്നാൽ മണ്ണ് വിത്തിനെ സൂക്ഷിക്കുന്നു. ഈ വ്യത്യാസമാണ് ക്രൈസ്തവ ബോധ്യം. എന്തുകൊണ്ടാണ് ഇന്ന് ക്രിമേഷൻ അധികം പ്രചാരത്തിലാകുന്നത്? ഇതിന്റെ പിന്നിൽ പ്രധാനമായും 2 കാരണങ്ങളുണ്ട്: ആധുനികതയും പ്രായോഗികതയും. നഗരങ്ങളിലെ സ്ഥലപരിമിതി, ശവസംസ്കാരത്തിനുള്ള അമിതമായ ചെലവ്, ഇവ പലരെയും ഈ രീതി തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിക്കുന്നു. എന്നാൽ പ്രായോഗികതയാണോ അതോ പ്രമാണമാണോ ഒരു വിശ്വാസിക്ക് വലുത്? അഗ്നിയിൽ ദഹിപ്പിക്കുക എന്ന പ്രക്രിയ സ്വാഭാവികമായ അഴുകലിന് വിരുദ്ധമായി മനുഷ്യൻ നിർമ്മിതമായ ഒരു കൃത്രിമ ഇടപെടലാണ്. ശരീരത്തെ പെട്ടെന്നില്ലാതാക്കാനുള്ള ഈ തിടുക്കം മരണത്തെ ഒരു ശല്യമായി കാണുന്ന ആധുനിക മനോഭാവത്തിന്റെ പ്രതിഫലനമാണോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ബൈബിളിലെ ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു പ്രധാന വാക്യമുണ്ട്: മോവാബ് രാജാവിന്റെ അസ്ഥികളെ ചുട്ടുകളഞ്ഞതിന് ദൈവം ശിക്ഷ വിധിക്കുന്നത് നാം കാണുന്നു. മരിച്ചവരുടെ അസ്ഥികളെ പോലും ആദരിക്കണമെന്നത് ദൈവത്തിന്റെ താല്പര്യമാണെന്ന് ഇത് വ്യക്തമാക്കുന്നു. ദഹിപ്പിക്കൽ എന്നത് ശരീരത്തിന്റെ അസ്തിത്വത്തെ പൂർണ്ണമായി മായ്ച്ചു കളയാനുള്ള ശ്രമമായി ആദ്യകാല സഭാപിതാക്കന്മാർ കണ്ടു. എന്നാൽ കല്ലറകൾ പുനരുദ്ധാനത്തിന്റെ സാക്ഷ്യങ്ങളായി നിലകൊള്ളുന്നു. ദഹിപ്പിക്കപ്പെട്ടാൽ ദൈവത്തിന്റെ പുനരുദ്ധാനം നൽകാൻ കഴിയില്ല എന്നതല്ല ഇതിന്റെ അർത്ഥം. മറിച്ച് നാം ദൈവത്തിന്റെ സൃഷ്ടിയോടും കൽപ്പനയോടും കാണിക്കുന്ന മനോഭാവമാണ് ഇവിടെ വിഷയം. ഇന്നത്തെ സാഹചര്യത്തിൽ സഭകളുടെ നിലപാടുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. പല സഭകളും പ്രത്യേക സാഹചര്യങ്ങളിൽ മഹാമാരികളും സ്ഥലപരിമിതിയും നിമിത്തം ദഹിപ്പിക്കലിന് അനുമതി നൽകുന്നുണ്ടെങ്കിലും ശവസംസ്കാരമാണ് ഏറ്റവും ഉത്തമമായ മാതൃകയെന്ന് ഇന്നും പഠിപ്പിക്കുന്നു. ചാരമായി മാറുന്ന ശരീരമല്ല, മണ്ണിൽ വിശ്രമിക്കുന്ന ശരീരമാണ് ബൈബിൾ നൽകുന്ന ചിത്രം. അഗ്നിയിലൂടെ കടന്നുപോകുന്നത് ഭയപ്പെടേണ്ട ഒന്നല്ലെങ്കിലും വിശ്വാസത്തിന്റെ പ്രഖ്യാപനമായി നാം തിരഞ്ഞെടുക്കുന്ന രീതി നമ്മുടെ പ്രത്യാശയെ പ്രതിഫലിപ്പിക്കണം. വരും തലമുറയ്ക്ക് നാം നൽകുന്ന സാക്ഷ്യം കല്ലറകളാണോ അതോ ചാരപാത്രങ്ങളാണോ? നമ്മുടെ ഈ യാത്രയിലെ ഏറ്റവും ഉദാത്തമായ ചിന്തയിലേക്കാണ് ഇപ്പോൾ നാം പ്രവേശിക്കുന്നത്. ക്രിസ്തീയ വിശ്വാസം ശരീരത്തെ എങ്ങനെ വീക്ഷിക്കുന്നു? ലോകത്തിലെ പല ദർശനങ്ങളും ശരീരത്തെ ആത്മാവിന്റെ ഒരു തടവറയായോ അല്ലെങ്കിൽ വെറും ഭൗതികമായ ഒരു വസ്തുവായോ കാണുമ്പോൾ ബൈബിൾ നൽകുന്ന ചിത്രം തികച്ചും വ്യത്യസ്തമാണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ ചോദിക്കുന്നു: നിങ്ങളുടെ ശരീരം നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഈ ഒരു വാചകം ശരീരത്തെക്കുറിച്ചുള്ള നമ്മുടെ സകല സങ്കല്പങ്ങളെയും മാറ്റിമറിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ആലയം ഇതൊരു ചെറിയ കാര്യമല്ല. ദൈവം വസിക്കുന്ന ഇടം വിശുദ്ധമാണ്. ജീവിതകാലത്ത് നാം നമ്മുടെ ശരീരത്തെ വിശുദ്ധിയോടെ സൂക്ഷിക്കണമെന്ന് പറയുന്ന അതേ ഗൗരവത്തിൽ തന്നെ മരിച്ചതിന് ശേഷവും ആ ശരീരത്തോട് നാം ആദരവ് കാണിക്കേണ്ടതുണ്ട്. ആത്മാവ് പിരിഞ്ഞു പോകുന്നതുകൊണ്ട് ശരീരം വെറും പാഴ്വസ്തുവാകുന്നില്ല. അത് കർത്താവിനായി സമർപ്പിക്കപ്പെട്ട വീണ്ടെടുക്കപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ശരീരത്തെ അഗ്നിക്കിരയാക്കി പെട്ടെന്ന് നശിപ്പിക്കുന്നതിനേക്കാൾ
ദൈവം നൽകിയ മണ്ണിൽ പ്രകൃതിദത്തമായി വിശ്രമിക്കാൻ അനുവദിക്കുന്നത് ഉചിതമാണെന്ന് സഭ കരുതുന്നത്. ശരീരവും ആത്മാവും തമ്മിലുള്ള അവിഭാജ്യമായ ബന്ധത്തെക്കുറിച്ച് ബൈബിൾ സംസാരിക്കുന്നുണ്ട്. നമ്മൾ വെറും ഒരു ആത്മാവല്ല, മറിച്ച് ശരീരവും ആത്മാവും ചേർന്ന ഒരു വ്യക്തിത്വമാണ്. പുനരുദ്ധാനത്തിൽ ദൈവം നമുക്ക് നൽകുന്നത് പുതിയൊരു ശരീരമാണ്. ഈ ഭൗതിക ശരീരം ആ തേജസ്സുള്ള ശരീരത്തിലേക്കുള്ള വിത്താണ്. ഒരു വിത്ത് കാണാൻ അത്ര ഭംഗിയുള്ളതാകില്ല, പക്ഷേ അതിനുള്ളിലാണ് വരാനിരിക്കുന്ന വലിയ വൃക്ഷത്തിന്റെ ജീവൻ മറഞ്ഞിരിക്കുന്നത്. ആ വിത്തിനെ നാം ചുട്ടുകളയുമോ? ഒരിക്കലുമില്ല. നാം അതിനെ മണ്ണിൽ പാകുന്നു. ഈ ആത്മീയ സത്യമാണ് ശവസംസ്കാരത്തിലൂടെ നാം പ്രഖ്യാപിക്കുന്നത്. ദഹിപ്പിക്കൽ എന്നത് പലപ്പോഴും ശുദ്ധീകരണത്തിന്റെ ഭാഗമായി ചിത്രീകരിക്കപ്പെടാറുണ്ട്. എന്നാൽ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏക ശുദ്ധീകരണം ക്രിസ്തുവിന്റെ രക്തത്താലാണ്. മരണാനന്തരം അഗ്നി കൊണ്ടുള്ള ഒരു ശുദ്ധീകരണം വചനം വിഭാവനം ചെയ്യുന്നില്ല. പരിശുദ്ധാത്മാവ് മുദ്രയിട്ട ഒരു ശരീരത്തെ അഗ്നിക്ക് വിട്ടുകൊടുക്കുന്നത് ആത്മീകമായി ചിന്തിക്കുമ്പോൾ ചില വൈരുദ്ധ്യങ്ങൾ ഉയർത്തുന്നതാണ്. സഭയുടെ പിതാക്കന്മാർ പഠിപ്പിച്ചത് ശരീരം ദൈവത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് എന്നാണ്. അത് നശിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല, മറിച്ച് അതിനെ അതിന്റെ സൃഷ്ടാവിന് തിരികെ ഏൽപ്പിക്കുക, അതുമാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. നാം വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്: ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ദഹിപ്പിക്കപ്പെട്ടവരുടെയും കടലിൽ കാണാതായവരുടെയും അഗ്നിബാധയിൽ മരിച്ചവരുടെയും ശരീരങ്ങൾ പുനരുദ്ധാനത്തിൽ ദൈവത്തിന് വീണ്ടെടുക്കാൻ കഴിയും. ദൈവത്തിന്റെ സർവശക്തിയെ ഒരു അഗ്നിക്കും തടയാനാവില്ല. എന്നാൽ നമ്മുടെ തിരഞ്ഞെടുപ്പ് എന്താണ്? നമ്മുടെ മനോഭാവം എന്താണ്? നാം ശരീരത്തെ ഒരു ആലയമായി കാണുന്നുണ്ടോ, അതോ വെറും ഒരു ചാരമായി മാത്രമാണോ കാണുന്നത്? മരണാനന്തരവും നാം നൽകുന്ന ആദരവ് നമ്മുടെ വിശ്വാസത്തിന്റെ പ്രതിഫലനമാണ്. മണ്ണിൽ വിശ്രമിക്കുന്ന ആ ശരീരം കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ ഉണരാനിരിക്കുന്ന ഒരു വിശുദ്ധ മന്ദിരമാണ്. നമ്മുടെ കാലഘട്ടം അത്ഭുതപൂർവമായ വെല്ലുവിളികളിലൂടെയാണ് കടന്നുപോകുന്നത്. ജനസംഖ്യാ വിസ്ഫോടനവും നഗരവൽക്കരണവും നമ്മുടെ പാരമ്പര്യങ്ങളെ പുനർചിന്തനം ചെയ്യാൻ നമ്മെ നിർബന്ധിതരാക്കുന്നു. ഇന്ന് പല വലിയ നഗരങ്ങളിലും സെമിത്തേരികളിൽ പുതിയ കല്ലറകൾക്ക് സ്ഥലമില്ലാത്ത അവസ്ഥയുണ്ട്. കുടുംബ കല്ലറകൾ നിറഞ്ഞു കവിയുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു വിശ്വാസി എന്ത് ചെയ്യണം? തന്റെ വിശ്വാസ പ്രമാണങ്ങളെ മുറുകെ പിടിക്കണമോ, അതോ മാറുന്ന ലോകത്തിന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് വിട്ടുവീഴ്ച ചെയ്യണമോ? ഈ സംഘർഷമാണ് ഇന്ന് പല സഭകളെയും ദഹിപ്പിക്കൽ അഥവാ ക്രിമേഷനെ കുറിച്ച് പുതിയ നിലപാടുകൾ എടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. കത്തോലിക്ക സഭയുൾപ്പെടെയുള്ള പല പരമ്പരാഗത സഭകളും ദശാബ്ദങ്ങളായി ദഹിപ്പിക്കലിനെ എതിർത്തിരുന്നു. എന്നാൽ 1963 കത്തോലിക്ക സഭ തന്റെ നിലപാടിൽ ചില മാറ്റങ്ങൾ വരുത്തി. ക്രിസ്തീയ വിശ്വാസത്തെ ഹനിക്കുന്ന രീതിയിലല്ല ദഹിപ്പിക്കൽ തെരഞ്ഞെടുക്കുന്നതെങ്കിൽ അത് അനുവദനീയമാണ് എന്ന് സഭ പ്രസ്താവിച്ചു. എങ്കിലും ഇന്നും സഭയുടെ ഒന്നാമത്തെ പരിഗണന ശവസംസ്കാരത്തിന് തന്നെയാണ്. ദഹിപ്പിച്ചാലും ആ ഭസ്മം വീടുകളിൽ സൂക്ഷിക്കാനോ വായുവിലോ കടലിലോ വിതറാനോ സഭ അനുവദിക്കുന്നില്ല. പകരം ആ ചാരം ആദരവോടെ സെമിത്തേരികളിൽ തന്നെ അടക്കം ചെയ്യണമെന്നത് നിർബന്ധമാണ്. ശരീരത്തോടുള്ള ആദരവ് ചാരത്തോടും കാണിക്കണമെന്ന് സഭ അനുശാസിക്കുന്നു. പ്രൊട്ടസ്റ്റന്റ്, പെന്തക്കോസ്ത് വിഭാഗങ്ങൾക്കിടയിൽ ഈ വിഷയത്തിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ നിലനിൽക്കുന്നു. പലരും ബൈബിൾ തത്വങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ശവസംസ്കാരത്തിന് പ്രാധാന്യം നൽകുമ്പോൾ മറ്റു ചിലർ അതിനെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമായി കാണുന്നു. എന്നാൽ ഈ ആധുനിക കാലത്തെ ഇക്കോ ഫ്രണ്ട്ലി ശവസംസ്കാര രീതികളെക്കുറിച്ചും ഇന്ന് ചർച്ചകൾ നടക്കുന്നുണ്ട്. ദഹിപ്പിക്കുന്നത് പരിസ്ഥിതിക്ക് നല്ലതാണെന്ന വാദം ഉയരുമ്പോൾ മറുവശത്ത് ദഹിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഇന്ധനവും പുറന്തള്ളുന്ന വാതകങ്ങളും മലിനീകരണത്തിന് കാരണമാകുന്നു എന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. മണ്ണ് സ്വാഭാവികമായി ശരീരത്തെ സ്വീകരിക്കുന്നതാണ് ഏറ്റവും പ്രകൃതിദത്തമായ രീതിയെന്ന് പരിസ്ഥിതിവാദികളായ ദൈവശാസ്ത്രജ്ഞർ വാദിക്കുന്നു. അജപാലനപരമായ വെല്ലുവിളികൾ ഇവിടെ അവസാനിക്കുന്നില്ല. വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന പ്രവാസികൾ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളും വലിയ ചെലവും കാരണം പലപ്പോഴും ദഹിപ്പിക്കൽ തെരഞ്ഞെടുക്കാൻ നിർബന്ധിതരാകുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ കുറ്റബോധത്തോടെ കഴിയുന്ന കുടുംബങ്ങളെ നാം എങ്ങനെ കാണണം? ദൈവം ഹൃദയങ്ങളെയാണ് നോക്കുന്നത്. ഒരു വ്യക്തിയുടെ വിശ്വാസത്തെയോ പുനരുദ്ധാനത്തെയോ തടയാൻ
ഒരു രീതിക്കും കഴിയുകയില്ല. എന്നാൽ സഭയുടെ ദൗത്യം വിശ്വാസികളെ സത്യം പഠിപ്പിക്കുക എന്നതാണ്. പ്രതിസന്ധികളിലും ദൈവവചനത്തിന്റെ അന്തസത്ത ചോർന്നു പോകാതെ എങ്ങനെ സംസ്കാര ചടങ്ങുകൾ നടത്താമെന്നതിൽ പുരോഹിതന്മാർക്കും സഭാ നേതൃത്വത്തിനും വലിയ ഉത്തരവാദിത്തമുണ്ട്. ചുരുക്കത്തിൽ, ആധുനികത നമുക്ക് മുൻപിൽ വെക്കുന്ന എളുപ്പവഴികൾ പലപ്പോഴും ആത്മീക സത്യങ്ങളെ വിസ്മരിക്കാൻ നമ്മെ പ്രേരിപ്പിച്ചേക്കാം. എന്നാൽ സഭ നൽകുന്ന നിർദ്ദേശങ്ങൾ കേവലം നിയമങ്ങളല്ല, മറിച്ച് ശരീരത്തിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാനുള്ള കരുത്തിന്റെ അടയാളങ്ങളാണ്. ദഹിപ്പിക്കൽ ഒരവസാന മാർഗമായി മാത്രം കാണണമെന്നും സാധ്യമായിടത്തോളം ക്രിസ്തു കാണിച്ചു തന്ന ശവസംസ്കാര മാതൃക പിന്തുടരണമെന്നുമാണ് പൊതുവായ ക്രൈസ്തവ ബോധ്യം. സാഹചര്യങ്ങൾ എന്തു തന്നെയായാലും മരണത്തെ നാം അഭിമുഖീകരിക്കേണ്ടത് പ്രത്യാശയോടെയാണ്. ആ പ്രത്യാശയുടെ പ്രകാശം നമ്മുടെ സംസ്കാര രീതികളിലും പ്രതിഫലിക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഉൽപ്പത്തിയിലെ ആദാം മുതൽ വെളിപ്പാട് പുസ്തകത്തിലെ പുതിയ ആകാശവും പുതിയ ഭൂമിയും വരെ നാം സഞ്ചരിച്ചു കഴിഞ്ഞു. ശവസംസ്കാരവും ദഹിപ്പിക്കലും തമ്മിലുള്ള ചർച്ച കേവലം ആചാരങ്ങളെക്കുറിച്ചുള്ളതല്ല എന്ന് ഇപ്പോൾ നമുക്ക് ബോധ്യമായിട്ടുണ്ടാകും. ഇത് ദൈവത്തിന്റെ സൃഷ്ടിയോടുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ കുറിച്ചാണ്. ദൈവം തന്റെ സ്വന്തം കൈകളാൽ മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തിയ മനുഷ്യ ശരീരം അവൻ തന്നെ വീണ്ടെടുത്ത് തന്റെ ആത്മാവിനെ നിക്ഷേപിച്ച ആ വിശുദ്ധ മന്ദിരം എങ്ങനെ അവസാനമായി കൈകാര്യം ചെയ്യപ്പെടണമെന്നത് ഒരു വിശ്വാസിയുടെ അവസാനത്തെ വിശ്വാസ പ്രഖ്യാപനമാണ്. നാം കണ്ടതുപോലെ ബൈബിൾ തത്വങ്ങളെല്ലായ്പ്പോഴും ശരീരത്തെ ആദരവോടെ മണ്ണിൽ നിക്ഷേപിക്കുന്നതിനെയാണ് പിന്തുണയ്ക്കുന്നത്. അത് പ്രത്യാശയുടെ ഒരു വിത്തുപാകലാണ്. നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് മടങ്ങും. ഈ വചനത്തിലൂടെ ദൈവം മനുഷ്യന് നൽകിയത് ഒരു ശാപമല്ല, മറിച്ച് ഒരു പ്രത്യാശയുടെ ചക്രമാണ്. മണ്ണിൽ അഴുകിയില്ലാതെയാകുന്നത് ഒരവസാനമല്ല, മറിച്ച് പുനരുദ്ധാനത്തിന്റെ മഹത്വത്തിലേക്ക് ഉണരാനുള്ള ഒരുക്കമാണ്. കല്ലറ എന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരാജയത്തിന്റെ അടയാളമല്ല, മറിച്ച് ക്രിസ്തു ജയിച്ചടക്കിയ ആ ശൂന്യമായ കല്ലറയുടെ തുടർച്ചയാണ്. ദഹിപ്പിക്കൽ അഥവാ ക്രിമേഷൻ തിരഞ്ഞെടുക്കുന്നവർ ദൈവത്തിന്റെ പുനരുദ്ധാന ശക്തിക്ക് പുറത്താണെന്ന് ഇതിനർത്ഥമില്ല. നമ്മുടെ ദൈവം സർവശക്തനാണ്. സമുദ്രത്തിന്റെ ആഴങ്ങളിൽ മറഞ്ഞുപോയവരെയും അഗ്നിയിൽ വെണ്ണീറായവരെയും യുദ്ധഭൂമിയിൽ ചിതറിപ്പോയവരെയും തന്റെ സ്വരത്താൽ വിളിച്ചുണർത്താൻ ദൈവത്തിന് കഴിയും. എന്നാൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ അധികാരമുള്ളപ്പോൾ, പ്രമാണങ്ങൾ പിന്തുടരാൻ സാഹചര്യമുള്ളപ്പോൾ നാം എന്ത് തീരുമാനിക്കുന്നു എന്നതാണ് നമ്മുടെ സാക്ഷ്യം. ആധുനിക ലോകത്തിന്റെ തിരക്കുകളും സ്ഥലപരിമിതിയും നമ്മെ സമ്മർദ്ദത്തിലാക്കുമ്പോഴും ക്രിസ്തു കാണിച്ചു തന്ന ആ ശാന്തമായ വിശ്രമസ്ഥലത്തെ നാം മറന്നുപോകരുത്. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, മരണം ഒരു ഭീതിയല്ല. ക്രിസ്തുവിലുള്ളവർക്ക് മരണം ഒരു ഉറക്കം മാത്രമാണ്. ഒരു പ്രഭാതത്തിൽ കർത്താവിന്റെ കാഹളനാദം കേൾക്കുമ്പോൾ മണ്ണിൽ വിശ്രമിക്കുന്നവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. ആ ദിവസം നമ്മുടെ ഈ ദ്രവത്വമുള്ള ശരീരം അദ്രവത്വത്തെ ധരിക്കും. ഈ മർത്യമായത് അമർത്യത്തെ ധരിക്കും. ചാരത്തിൽ നിന്നല്ല, മണ്ണിൽ വിശ്രമിക്കുന്ന ആ വിശുദ്ധ മന്ദിരങ്ങളിൽ നിന്ന് തേജസ്സുള്ള ശരീരങ്ങൾ പുറത്തുവരും. ആ മഹാദിനത്തിനായുള്ള കാത്തിരിപ്പാണ് ഓരോ ക്രൈസ്തവ ശവസംസ്കാരങ്ങളും. ജീവിതത്തിന്റെ സായന്തനത്തിൽ നാം കടന്നുപോകുമ്പോൾ വരും തലമുറയ്ക്ക് നാം നൽകുന്ന സന്ദേശം എന്തായിരിക്കണം? ഇവിടെ ഒരാൾ പ്രത്യാശയോടെ ഉറങ്ങുന്നു എന്ന കല്ലറയിലെ വാചകങ്ങളാണോ, അതോ ഒന്നുമില്ലായ്മയിലേക്ക് മാഞ്ഞുപോകുന്ന ചാരമാണോ? തീരുമാനം നിങ്ങളുടേതാണ്. എന്നാൽ വചനം നൽകുന്ന വെളിച്ചം ഒന്നു മാത്രമാണ്. ശരീരം ദൈവത്തിൻ്റെതാണ്, അത് വിശുദ്ധമാണ്, അത് പുനരുദ്ധാനത്തിനായുള്ളതാണ്. ഈ വലിയ സത്യം നിങ്ങളുടെ ഹൃദയങ്ങളിൽ സമാധാനം നിറയ്ക്കട്ടെ. മരണത്തെ ജയിച്ച യേശുക്രിസ്തുവിന്റെ പ്രത്യാശയിൽ നമുക്ക് മുന്നേറാം. മരണമേ, നിന്റെ ജയം എവിടെ? മരണമേ, നിന്റെ വിഷമുള്ളവിടെ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക, മറ്റൊരാളിലേക്ക് കൂടെ ഷെയർ ചെയ്തെത്തിക്കുക. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അകതാരിലൊരു ദീപം നേർവഴി കാട്ടി.